ഇന്നലെ ഉണ്ടായ പ്രതിഷേധം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ടായ പ്രതിഷേധം പരിധി വിട്ടു എന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. കാരണം ഇങ്ങനെയൊരു നിർണായകമായ ചർച്ച നടക്കാനിരിക്കെ വൈകാരികമായ തരത്തിലേക്ക് പ്രതിഷേധം പോകാൻ പാടില്ലായിരുന്നു. അവിടെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലക്സ് വലിച്ചു കീറുകയും കരിയോയിലൊഴിക്കുകയും ചെയ്ത സംഭവമൊന്നും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് മറ്റ് നേതാക്കൾ. അതുകൊണ്ട് തന്നെ പരസ്യമായി തന്നെ ആ നടപടികളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കോൺഗ്രസിലെ യുവ നേതാക്കളടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ്. സമൂഹമാധ്യമങ്ങളിലൂടെ അടക്കം അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനെ അതായത് MLA-മാരുടെ പിന്തുണ ഒരു വ്യക്തിക്കാണെന്നിരിക്കെ മറുവശത്ത് ഒരു വലിയ തരത്തിൽ പ്രതിഷേധം ഇരമ്പുന്നതിന്റെ കാര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായാൽ നാളെ പാർട്ടിയുടെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാലും അവിടെയെല്ലാം ഇതേ ഫോർമുല ഒരു പ്രശ്നപരിഹാരത്തിനായി ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. പാർട്ടി എല്ലാ കാലത്തും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരേ ശൈലിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്, ഒരേ തരത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത്, ഒരേ തരത്തിലുള്ള ചർച്ചകളും ഹിതപരിശോധനയുമാണ് നടത്തുന്നത്. ആ ഹിതപരിശോധനയുടെ അടിസ്ഥാനമാകും ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് എന്ന് തന്നെയാണ് നേതാക്കൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ഇനി സ്വയം പിൻവാങ്ങുകയല്ലാതെ അദ്ദേഹത്തിന്റെ കേരളത്തിലേക്ക് വരുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം അത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നലെ ഉണ്ടായ പശ്ചാത്തലത്തിൽ KC വേണുഗോപാൽ വ്യക്തിപരമായി എടുക്കുന്ന നിലപാട് നിർണായകമാകും. രാഹുൽ ഗാന്ധിയുമായും അദ്ദേഹം കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇന്ന് 3 നേതാക്കളുമായും തനിച്ചും അതോടൊപ്പം ഒരുമിച്ചിരുന്നുമുള്ള ചർച്ചകൾ AICC ആസ്ഥാനത്ത് നടക്കും. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ 3 പേരുമായും ചർച്ച ചെയ്യും. അതിനുശേഷം ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് എത്താനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ ധാരണയാകും. അതല്ല എങ്കിൽ തർക്കത്തിലേക്ക് നീണ്ടാൽ സോണിയാഗാന്ധി ആയിരിക്കും ഈ വിഷയത്തിൽ അന്തിമ നിലപാടെടുക്കുക. അങ്ങനെയെങ്കിൽ നാളെ വൈകുന്നേരത്തോടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.